ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ക്ലാസ് 12 മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ചാപ്റ്ററിലെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ സെയിം മാനർ ആയിട്ടുള്ള വേറൊരു പ്രോബ്ലമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് A and B be symmetric matrices of the same order, then show that AB plus BA is a symmetric matrix. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ എന്തായിരുന്നു? എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണ്, അതിൻ്റെ ഓർഡറും സെയിം ആണ്. ഒരു വ്യത്യാസം എന്തായിരുന്നു? എ ബി മൈനസ് ബി എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് ആണെന്നായിരുന്നു നമുക്ക് ആ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? എ ബി പ്ലസ് ബി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സെയിം അതിൽ ചെയ്തതുപോലെ തന്നെ മൈനസിൻ്റെ സ്ഥാനത്ത് പ്ലസ് വരും എന്നുള്ള വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. എന്താണ്? ലെറ്റ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ് ലെറ്റ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ്. അപ്പോൾ എയും ബിയും സിമെട്രിക് മെട്രിസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആണെന്നും ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ആണെന്നും നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ? കാരണം എയും ബിയും സിമെട്രിക് മെട്രിസസ് ആയതുകൊണ്ട്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ ബി പ്ലസ് ബി എ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എ ബി പ്ലസ് ബി എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടണം? എ ബി പ്ലസ് ബി എന്ന് തന്നെ കിട്ടണം. ഓക്കെ, എ ബി പ്ലസ് ബി എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? എ ബി പ്ലസ് ബി എന്ന് തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എ ബി പ്ലസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് പ്ലസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ ഇതിൽ നമ്മൾ റിവേഴ്സൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. രണ്ടിലും നമ്മൾ റിവേഴ്സൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. റിവേഴ്സൽ എന്താണെന്നുള്ളത് മുന്നത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ദ ഹോൾ ട്രാൻസ്പോസിന് നമുക്ക് എങ്ങനെ എഴുതാം? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് പ്ലസ് അതുപോലെ തന്നെ ബി എ ദ ഹോൾ ട്രാൻസ്പോസിൽ റിവേഴ്സൽ അപ്ലൈ ചെയ്യുമ്പോൾ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമ്മൾ ഓൾറെഡി പറഞ്ഞു എയും ബിയും സിമെട്രിക് മെട്രിസസ് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് എന്നുള്ളത് എ ആണെന്നും ബി ട്രാൻസ്പോസ് എന്നുള്ളത് ബി ആണെന്നും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ബി ട്രാൻസ്പോസിന് പകരം നമുക്ക് ബി ഇട്ട് കൊടുക്കാം. എ ട്രാൻസ്പോസിന് പകരം എ പ്ലസ് എ ട്രാൻസ്പോസിന് പകരം എ, ബി ട്രാൻസ്പോസിന് പകരം ബി. അപ്പം നമുക്ക് എന്ത് കിട്ടി? ബി എ പ്ലസ് എ ബി എന്ന് കിട്ടി. ഇതിനൊന്ന് തിരിച്ചിട്ടാൽ പോരെ? അപ്പോൾ എന്താകും? എ ബി പ്ലസ് ബി എ. അഡീഷൻ ആയതുകൊണ്ട് തിരിച്ചിട്ടാലും സെയിം ആൻസർ തന്നെയാണ്. അപ്പം എ ബി പ്ലസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? എ ബി പ്ലസ് ബി എന്ന് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി പ്ലസ് ബി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാനായിട്ട് പറ്റും. എ ബി പ്ലസ് ബി എ ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ക്ലിയർ? അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ചോദിച്ചിട്ടുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ടും അല്ലാതെയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ എഴുതി പഠിക്കുക. നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സ് ദെൻ ഷോ ദാറ്റ് എ ബി ഇസ് സിമെട്രിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഈക്വൽ ടു ബി എ. ഓക്കെ, അതായത് എയും ബിയും ഒരു സിമെട്രിക് മെട്രിക്സസ് ആണ്, രണ്ടും സിമെട്രിക് മെട്രിക്സ് ആണ് എങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ആട്ടോ. അതായത് എ ബി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ആയിരിക്കും. അതുപോലെ തന്നെ എ ബി ഈക്വൽ ടു ബി എ ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അതായത് എ ബി സിമെട്രിക് ആണെങ്കിൽ ഇത് പ്രൂവ് ചെയ്യണം, എ ബി ഈക്വൽ ടു ബി എ ആണെങ്കിൽ എ ബി സിമെട്രിക് ആണെന്നും പ്രൂവ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്കിത് പെട്ടെന്ന് ചിലർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും, എന്നാലും ശ്രദ്ധിച്ച് നോക്കുക. എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക്
കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ എന്താണ്? എ ബി സിമെട്രിക് ആണെങ്കിൽ എന്താണ്? എ ബി ഇസ് സിമെട്രിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് ഞാൻ നേരത്തെ എഴുതുന്നില്ല, അതിന് ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ഇടുക, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ്? എ ബി ഈക്വൽ ടു ബി എ. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതാദ്യം എഴുതാം. സിൻസ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ്. എയും ബിയും എന്താണ്? സിമെട്രിക് മെട്രിസസ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെഴുതാം? എ ട്രാൻസ്പോസ് എന്നുള്ളത് എ ആണെന്നും ബി ട്രാൻസ്പോസ് എന്നുള്ളത് ബി ആണെന്നും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ എടുക്കാം. ടു പ്രൂവ്, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ്, അത് പ്രത്യേകം എടുത്തെഴുതണം കേട്ടോ. ടു പ്രൂവ് എ ബി ഇസ് സിമെട്രിക്, എ ബി സിമെട്രിക് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഈക്വൽ ടു ബി എ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കുവാണ് എ ബി ഒരു സിമെട്രിക് ആണെന്ന് നമ്മൾ എടുക്കുന്നു, എ ബി ഈക്വൽ ടു ബി എ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എടുക്കാം. സപ്പോസ് ദാറ്റ് എ ബി ഇസ് സിമെട്രിക്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് എ ബി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എ ബി സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണെന്ന് പറയാൻ പറ്റും? എ ബി ആണെന്ന് പറയാനായിട്ട് പറ്റും അല്ലേ? എ ബി ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് നമ്മളിവിടെ സപ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി ദ ഹോൾ ട്രാൻസ്പോസ്, എ ബിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ ബി തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കിത് ഈ എ ബി ദ ഹോൾ ട്രാൻസ്പോസിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നു? റിവേഴ്സലോ അപ്ലൈ ചെയ്യാനായിട്ട് പോകുവാണ്. അപ്പോൾ എ ബി ദ ഹോൾ ട്രാൻസ്പോസിൽ നമ്മൾ റിവേഴ്സലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താകും? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. റൈറ്റ് സൈഡിൽ എ ബി അങ്ങനെ തന്നെ എഴുതുക. ക്ലിയർ? ഇനി ഓൾറെഡി എയും ബിയും സിമെട്രിക് മെട്രിക്സസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എ ട്രാൻസ്പോസ് എ ആണെന്നും ബി ട്രാൻസ്പോസ് ബി ആണെന്നും. അവിടുത്തെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ബി ട്രാൻസ്പോസിന് പകരം നമുക്ക് ബി എന്നും എ ട്രാൻസ്പോസിന് പകരം എ എന്നും എഴുതാം. ഇറ്റ്സ് ഈക്വൽ ടു എ ബി. അപ്പോൾ ഇതിനൊന്ന് തിരിച്ചിട്ടാൽ എ ബി ഈക്വൽ ടു ബി എന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ്, അതായത് എ ബി സിമെട്രിക് ആണെങ്കിൽ എ ബി ഈക്വൽ ടു ബി എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് ചെയ്യാൻ പോവാണ്. നമ്മൾ എ ബി ഈക്വൽ ടു ബി ആണെന്ന് സപ്പോസ് ചെയ്യുന്നു, എ ബി സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ സപ്പോസ് ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ. എ ബി ബി എന്നോട് ഈക്വൽ ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഇനി എന്താ ചെയ്യാൻ പോണേ? ഈ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഈ ലെഫ്റ്റ് സൈഡിൻ്റെ എ ബി നമ്മൾ എടുക്കുക. ആ എ ബി നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രാൻസ്പോസ് എടുക്കാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്തായിരിക്കും? റിവേഴ്സലിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നായിട്ടത് മാറും. ഓൾറെഡി എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് അപ്ലൈ ചെയ്യാം? ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ആണെന്നും എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആണെന്നും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഇതിനെന്ന് തിരിച്ചെഴുതിയാലോ? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ബി. കണ്ടോ? എ ബിയുടെ ഹോൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എ ബി ആണെന്ന് കിട്ടി. ദെയർഫോർ എന്താണ്? എ ബി ഇസ് സിമെട്രിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതൊരു ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഷുവറാണ്, അതായത് ഉറപ്പായിട്ടും ചോദിക്കുമെന്നല്ല, ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് കുറച്ച് നമുക്ക് കൺഫ്യൂസിങ് ആണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകും. പക്ഷേ ചെയ്ത് പഠിച്ചാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്